മുസ്ലിം വിരുദ്ധതയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഭരണാധികാരിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. വാ തുറന്നാൽ മുസ്ലിം വിരുദ്ധത പറയുന്ന ഡൊണാൾഡ് ട്രംപിനെ വലതുപക്ഷ നേതാക്കൾക്കും വലതുപക്ഷ അണികൾക്കും വളരെ ഇഷ്ടവുമാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപ് മുക്കിന് മുസ്ലിം വിരുദ്ധത പറയുമ്പോൾ കുടിയേറ്റക്കാർക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കയിൽ ഇസ്ലാം മതം വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അമേരിക്കയിലെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്ക രാജ്യത്തല്ല ഇസ്ലാം മതം വളരുന്നത്, അമേരിക്കൻ ജയിലുകളിലാണ് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. അമേരിക്കൻ ജയിലുകളിൽ അതിവേഗം വളരുന്ന ഒരു വലിയ മതം ഇസ്ലാമാണ് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് ഇസ്ലാമിൽ ചേർന്ന ആൾക്കാർ മാനസാന്തരം വന്ന് നല്ല മനുഷ്യരായി മാറുന്നു എന്നും ആ റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. യുഎസിലെ ജയിലുകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നു ഇസ്ലാം മതം. യുഎസിലെ ജയിലുകളിൽ 10,000-കണക്കിന് തടവുകാർ ഓരോ വർഷവും ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് എന്നാണ് CBS ന്യൂസിൻ്റെ റിപ്പോർട്ട് പ്രധാനമായും പറയുന്നത്. തടവുകാർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ വിദൂര പഠനം പരിപാടി വാഗ്ദാനം ചെയ്യുന്ന യുഎസിലെ ആദ്യ സംഘടനയാണ് തൈബ ഫൗണ്ടേഷൻ. സംഘടനയുടെ സ്ഥാപക ഡയറക്ടർ റാമി നസൂറാണ് മിക്ക ദിവസങ്ങളിലും ഇസ്ലാം ആചരിക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ തേടുന്ന കത്തുകൾ രാജ്യമെമ്പാടുമുള്ള തടവുകാരിൽ നിന്ന് തനിക്ക് വരാറുണ്ടെന്നാണ് നസൂർ അവകാശപ്പെടുന്നത്. ഇതുവരെ തൈബ ഫൗണ്ടേഷനിൽ 13,000-ലധികം വ്യക്തികൾക്ക് സേവനം നൽകിയിട്ടുണ്ട്. അവരിൽ 90% പേരും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പോരാത്തതിന് അവരിൽ ഭൂരിഭാഗം ജയിലുകളിലുള്ള കൊടും കുറ്റവാളികളായിരുന്നു എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ജയിലിൽ കഴിയുന്നവർ വിശ്വാസത്തിനുള്ളിൽ ആളുകൾ ആത്മീയ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നുവെന്ന് നസൂർ പറയുന്നു. കൂട്ടക്കൊലപാതകത്തിന് 30 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട US തടവുകാരൻ മുഹമ്മദ് അമീൻ ആൻഡേഴ്സൺ 2 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. പല കാരണങ്ങളാൽ താൻ ഇസ്ലാം മതം സ്വീകരിച്ചു, ആത്മീയ സ്വാതന്ത്ര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് മുഹമ്മദ് അമീൻ ആൻഡേഴ്സൺ പറഞ്ഞുവെന്നാണ് നസൂർ അവകാശപ്പെടുന്നത്. മറ്റും വിശ്വാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഞാൻ എൻ്റെ വർഷങ്ങൾ ജയിലിൽ ചെലവഴിച്ചു, ഇസ്ലാം മാത്രമാണ് എനിക്ക് പറ്റിയത് എന്ന് എനിക്ക് അവസാനം മനസ്സിലായി എന്നാണ് ഈ തടവുപുള്ളി പറയുന്നത്. എന്തായാലും കൂട്ടക്കൊല കേസിലെ പ്രതിയായ അമീൻ ആൻഡേഴ്സൺ ഇങ്ങനെ പറയുന്നത് ഇസ്ലാം എനിക്ക് വലിയ രീതിയിലുള്ള ലിബറേഷൻ, അതായത് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്നുള്ള രീതിയിലാണ്. ഇതാണ് തൈബ ഫൗണ്ടേഷനിലെ നസീർ അടക്കം പറയുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് പല രീതികളിൽ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയിൽ ജയിലുകളിൽ ഇസ്ലാം അതിവേഗം വളരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊടും കുറ്റവാളികളാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇവർ പുറത്തിറങ്ങുമ്പോൾ മാനസാന്തരം വന്നു എന്നും അവകാശപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.